ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത ആശങ്ക ഉയർത്തുകയാണ്. നമ്മളുടെ ലക്ഷ്യം പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ സമൂഹം നിർത്തിരുന്നവരെയും ശുശ്രൂഷിക്കേണ്ടതായിരുന്നു. ഈശോയുടെ കരുണാർദ്ര സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതായിരുന്നു നമ്മുടെ സിദ്ധി. അച്ഛനാൽ പകർന്നു കിട്ടിയ ആ സിദ്ധി തെല്ലും നഷ്ടപ്പെടുത്താതെ ഇന്ന് നമ്മുടെ സഹോദരിമാർ ജീവിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തമ അടയാളമാണ് നമ്മുടെ 2 സഹോദരിമാർ ഇന്ന് ജയിലിലായിരിക്കുന്നത്. രാജ്യത്തിന്റെ പവിത്രതയും മനോഹാരിതയും എന്ന് പറയുന്നത് എല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നതെന്നാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ പഠിക്കുന്നതാണല്ലോ, പ്രതിജ്ഞ ചെല്ലുന്നുണ്ടല്ലോ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്ത് മനോഹരമായ വാക്കാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, തീർച്ചയായും തീവ്ര നിലപാടെടുത്ത് രാജ്യം പുരോഗതിയിലേക്ക് നയിക്കാത്ത രീതിയിൽ രാജ്യത്തുള്ള പാവങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആര് തന്നെ ആയിക്കോട്ടെ, അവരാരും രാജ്യസ്നേഹികളല്ല. തീർച്ചയായും ഞാൻ പറയുന്നു, ഇവരൊക്കെ രാജ്യദ്രോഹികളാണെന്നും പറയും. നിഷേധിക്കപ്പെട്ട നീതി സ്ഥാപിച്ചു കെട്ടുവാൻ വേണ്ടി ചവിട്ടി അരയ്ക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ നമുക്കും പ്രാപ്യമാകുന്നതിന് വേണ്ടി തടവറയിൽ അടയ്ക്കപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരിമാരെ ദുർഗ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ തെരുവിലിറങ്ങിയിരിക്കുകയായിരുന്നു. 2 മലയാളി കന്യാസ്ത്രീമാർ പുറത്തിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.